ആഗോളതാപനം കൊണ്ടും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും നമ്മുടെ ഭൂമി അനുനിമിഷം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വരാനിടയുള്ള മഹാവിപത്തിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി സാർവദേശീയമായി ആചരിക്കുന്ന ഭൗമ മണിക്കൂറിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോകുന്നത്. ആഗോളതാപനത്തിനെതിരായ പ്രതിരോധത്തിൽ 1 മണിക്കൂർ വിളക്കണച്ച് പങ്കുചേരാൻ പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതിനാൽ 1 മിനിറ്റ് നേരം വിളക്കുകൾ അണച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് മാതൃഭൂമി ന്യൂസ്. ഇരുണ്ട കാലത്തെ ചെറുക്കാൻ വെളിച്ചം നമുക്ക് കരുതി വയ്ക്കാം. ഇന്ന് എർത്ത് അവർ. ഭൗമ സംരക്ഷണത്തിനായി ലോകം മുഴുവൻ 1 മണിക്കൂർ നേരത്തേക്ക് വിളക്കണയ്ക്കും. 152 രാജ്യങ്ങൾ അതാത് രാജ്യങ്ങളിലെ പ്രാദേശിക സമയം രാത്രി 8:30 മുതൽ 9:30 വരെയാണ് എർത്ത് അവർ ആചരിക്കുന്നത്. ന്യൂസിലൻഡിനോട് ചേർന്നുള്ള സമോവ എന്ന ചെറിയ ദ്വീപിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1 മണിക്ക് തുടങ്ങിയ 1 മണിക്കൂർ ഇരുട്ടിന്റെ തിരുനാളം ഇപ്പോൾ ലോകത്തിന്റെ പാതിയോളം പടർന്നു കഴിഞ്ഞു. 7 ഭൂഖണ്ഡങ്ങളിലായി 152 രാജ്യങ്ങൾ പല നേരങ്ങളിലായി ഭൂമിക്ക് വേണ്ടി 1 മണിക്കൂർ മാറ്റിവെക്കുന്നു. ഭൗമ സംരക്ഷണം, മണ്ണിനും വെള്ളത്തിനും ആകാശത്തിനും കളങ്കമുണ്ടാക്കാത്ത ഊർജം, നല്ല കാറ്റിനും നല്ല വെയിലിനുമായുള്ള പ്രാർത്ഥന. ഇന്നത്തെ 24 മണിക്കൂർ നേരത്തേക്ക് ലോകത്ത് എവിടെയെങ്കിലും 1 മണിക്കൂർ വിളക്കണഞ്ഞിരിക്കും. ഒരാഴ്ചത്തേക്ക് കാർ ഉപയോഗിക്കില്ലെന്നോ വീട്ടിൽ മുഴുവൻ ബൾബുകളും CFL ആക്കുമെന്നോ ഒരു മരം വെച്ച് പിടിപ്പിക്കുമെന്നോ ആരെങ്കിലുമൊക്കെ പ്രതിജ്ഞ ചെയ്യുന്നുണ്ടാകും. സമോവ ദ്വീപിൽ ഇന്ന് 1 മണിക്ക് വിളക്കണഞ്ഞ് തെളിഞ്ഞതോടെ ആ ഇരുട്ടിന്റെ ദീപം ന്യൂസിലൻഡ് ഏറ്റെടുത്തു. ഇന്ത്യൻ സമയം 3 മണിക്ക് സിഡ്നിയിലെ ഓപ്പറ ഹൗസിലെ മുഴുവൻ വിളക്കുകളും അണഞ്ഞു. 1 മണിക്കൂറേക്ക് അവിടെ പച്ച നിറമുള്ള വെളിച്ചം. ഇന്ത്യൻ സമയം 5 മണിക്ക് ജപ്പാനിൽ, 6-ന് ചൈനയിൽ. കൈമാറി വന്ന നന്മയുടെ ആ ഇരുട്ട് അരമണിക്കൂർ മുൻപ് ഇന്ത്യ ഏറ്റുവാങ്ങി. 1 മണിക്കൂറിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിലും ഇരുട്ട് വീഴും. ബുർജ് ഖലീഫയ്ക്കൊപ്പം റഷ്യയിലെ ക്രെംലിൻ കൊട്ടാരത്തിലും ഇരുട്ടിന്റെ വെളിച്ചം വീഴും. ഇന്ത്യൻ സമയം രാത്രി 1 മണിക്ക് റോമിലെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ, 2 മണിക്ക് ലണ്ടൻ ബ്രിഡ്ജിൽ, നാളെ പുലർച്ചെ 5 മണിക്ക് ന്യൂയോർക്കിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിൽ. അങ്ങനെ കൈമാറുന്ന എർത്ത് അവർ സന്ദേശം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് കുക്ക് ഐലൻഡ്സിൽ അവസാനിക്കും. എന്നാൽ ഈ 1 മണിക്കൂർ നൽകിയ നന്മ അവശേഷിക്കും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.